മീനുകുട്ടി, എന്തോ കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഏതാ? കണിക്കൊന്ന. അപ്പോഴും മീനുകുട്ടി കണിക്കൊന്ന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അതിനെ കുറിച്ച് വല്ലതും അറിയാമോ? എനിക്കൊന്നും അറിയില്ല അതിനെ കുറിച്ച്. അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത് തന്നെ ആക്കാം. കണിക്കൊന്ന. ഹായ് കൂട്ടുകാരെ, സൈക്കോ സുഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കണിക്കൊന്ന നമ്മുടെ കുഞ്ഞു കേരളത്തിലെ മാത്രം സംസ്ഥാന പുഷ്പമല്ല കേട്ടോ. തായ്ലൻഡിലെ ദേശീയ വൃക്ഷവും ദേശീയ പുഷ്പവുമാണ് നമ്മുടെ ഈ കുഞ്ഞു കണിക്കൊന്ന. നമ്മളൊരു കണിക്കൊന്ന മരം കാണുകയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നമ്മുടെ വിഷു തന്നെയായിരിക്കും. കൂട്ടുകാർക്കറിയാമല്ലോ, നമ്മളിപ്പോൾ അങ്ങോട്ട് കഴിഞ്ഞു പോയതേ ഉള്ളൂ വിഷു. ആ വിഷു സമയത്തൊക്കെ നമ്മുടെ കണിക്കൊന്ന തേടി നമ്മൾ ഓടി പാഞ്ഞ് നടക്കുക ചെയ്യുന്നത്. അതിൻ്റെ ഒരു തണ്ട് പൂവെങ്കിലും കിട്ടിയിരുന്നെങ്കിലും എന്തിനാ, നമുക്ക് കണി കാണാനാ. അപ്പോൾ ആ കണി കാണുന്നതിന് അത്രയും ഉപകാരപ്രദമായിട്ടുള്ള ഈ ചെടി, നമ്മുടെ ഈ കണിക്കൊന്ന എന്ന് പറയുന്ന ചെടിക്ക് നമ്മുടെ ആയുർവേദപരമായിട്ടും ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? അതെ ഫ്രണ്ട്സ്, ഒത്തിരി ആയുർവേദ ഗുണങ്ങൾ നമ്മുടെ കൊന്നയ്ക്കുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കേട്ടാലോ? ആയുർവേദത്തിലെ ത്രിദോഷങ്ങളെന്ന് അറിയപ്പെടുന്ന വാദം, പിത്തം, കഫം എന്നിവ നമുക്ക് ശമിപ്പിക്കാൻ നമ്മുടെ ഈ കൊന്നപ്പൂക്കളെ കൊണ്ട് പറ്റും കേട്ടോ. രക്തം ശുദ്ധീകരിക്കാനും മലബന്ധം മാറ്റുവാനും ഈ പൂക്കൾ ആയുർവേദ വൈദ്യന്മാർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ തോലുകൊണ്ടുള്ള കഷായം, നമ്മുടെ കൊന്നയുടെ തോലുകൊണ്ടുള്ള കഷായം ത്വക്ക് രോഗങ്ങൾ അകറ്റുവാനും ആയുർവേദ വിധിയിൽ പറയുന്നുണ്ട്. ഈ കൊന്നയുടെ മരപ്പട്ടയെ പറയുന്നത് സുമരി എന്നാണ് കേട്ടോ. ടാനിൻ ഉള്ളത് കൊണ്ട് തുകൽ ഉറയിടുന്നതിന് കണിക്കൊന്നയുടെ മരപ്പട്ട ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ വടക്കു കിഴക്കേ ഇന്ത്യയിലൊക്കെ പുകയിലയുടെ രുചി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നമ്മുടെ അതിനകത്തുള്ള ഈ ഫലത്തിനകത്തുള്ള പൽപ്പുണ്ടല്ലോ, അതും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കൊന്നയിൽ കൊതുകിനെയും ലാർവയെയും നശിപ്പിക്കുന്ന ജൈവ വസ്തുവായ എക്കോസ്ട്രി ഇക്കു ആസിഡിൻ്റെ സാന്നിധ്യമുള്ളതിനുകൊണ്ട് നമുക്ക് കൊതുക് നാശിനിയായിട്ടും ഇതിനെ ഉപയോഗിക്കാൻ കഴിയും. എന്തിനു പറയണം, അലങ്കാര ചെടിയായും തണൽ വൃക്ഷമായും വച്ചു പിടിപ്പിക്കാറുള്ളതുമാണ് നമ്മുടെ ഈ കണിക്കൊന്ന എന്ന് പറയുന്ന ഈ ചെടി കേട്ടോ. പിന്നെ വിഷുക്കാലത്തെന്ന് പറഞ്ഞാൽ പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്വർണ്ണ ചെടി കൂടെയാണ്. ഫെബ്രുവരി മുതൽ 3-4 മാസമാണ് നമ്മുടെ കണിക്കൊന്നകളുടെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത്. എന്നാലും ഇത് ഇടയ്ക്കിടയ്ക്ക് പൂക്കാറ് ഉണ്ട്. ഭാഗികമായിട്ട് ഇത്രയും നിറച്ച് കാണില്ല എങ്കിലും ചെറിയ രീതിയിൽ നമ്മുടെ കണിക്കൊന്ന പൂവ് നമുക്ക് കാണാൻ കഴിയും. പിന്നെ പൂവിൻ്റെ പ്രത്യേകത പറയണ്ടല്ലോ, മഞ്ഞ നിറത്തിൽ കാണാൻ എന്ത് ഭംഗിയാണ്. ഇത് മഞ്ഞ നിറമാണ് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു 12-15 മീറ്റർ വരെ ഇത് ഉയരാറുണ്ട്. നമ്മുടെ ഈ ചെടി ഉയർന്നു വരാറുണ്ട്. 60 സെൻറ്റിമീറ്റർ വരെ നീളത്തിലുള്ള തണ്ടുകൾ 4 മുതൽ 8 വരെ ഗുണങ്ങളായി കാണുന്ന ഇലകൾക്ക് 3 ഇഞ്ച് വരെ വലിപ്പമുണ്ടായിരിക്കും. മരപ്പട്ടയുടെ ബാഹ്യഭാഗം ചാര നിറത്തിലുള്ളതും ആന്തരഭാഗം ഇളം മഞ്ഞയുമാണ് കേട്ടോ. തൊലി നല്ല കട്ടിയുള്ളതാണ്. ഇതിൻ്റെ നമ്മുടെ ഈ ചെടിയുടെ തൊലി എന്ന് പറഞ്ഞാൽ ഹാർഡാണ്. സാധാരണ നമ്മൾ കാണുന്ന പൂക്കളിൽ നിന്നും വ്യത്യസ്തമാണ് കേട്ടോ നമ്മുടെ കണിക്കൊന്ന പൂക്കൾ കാണാനായിട്ട്. ഒരു പ്രത്യേക രീതിയിലാണ് അവ കിടക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ, കുലകൾ പോലെ തൂങ്ങിക്കിടക്കുന്ന ഒരു ആകൃതിയിലാണ് ഈ പൂക്കൾ കാണപ്പെടുന്നത്. നമ്മുടെ ഈ പൂക്കൾ ഇതേ ഘടനയിൽ നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ഇന്ത്യൻ ലെബർണം എന്നൊരു പേര് കൂടി ഇതിന് ലഭിച്ചത്. യൂറോപ്പിൽ സാധാരണമായ നമ്മുടെ ലെബർണം എന്ന് പറയുന്നതുണ്ടല്ലോ, അത് നമ്മുടെ കണിക്കൊന്നയുടെ അതേ ഘടനയാണ്, അതേ രീതിയിലാണ് അവിടുത്തെ ഈ ലെബർണം എന്ന് പറയുന്ന ആ ചെടി പൂക്കുന്നത്. പുതുവർഷ ആരംഭത്തിൽ കേരളീയർക്ക് കണി കാണുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പൂവാണ് കണിക്കൊന്ന എന്നതുകൊണ്ടാണ് നമുക്ക് കണിക്കൊന്ന എന്നുള്ളൊരു പേര് തന്നെ ഇവിടെ ലഭിക്കുന്നത് കേട്ടോ. അത് കൂടാതെ തന്നെ ഇതിലൊരു കഥ മുൻകാലങ്ങളിലുള്ളതിൽ പറഞ്ഞു വെച്ച ഒരു കഥ കൂടി ഉണ്ടെന്ന്. നമ്മുടെ ഈ കൊന്ന എന്ന് പറയുന്ന ചെടിക്ക് നമ്മുടെ കൃഷ്ണൻ്റെ ഒരു അവതാരം എന്നുള്ള രീതിയിൽ കൃഷ്ണൻ സംഭാവന ചെയ്ത പൂക്കളാണ് ഈ കണിക്കൊന്ന എന്നും, അതുകൊണ്ട് തന്നെയാണ് കണിക്കൊന്ന എന്ന് പറയുന്ന ഈ ചെടി, ഈ പൂക്കൾ കൊണ്ടാണ് കണി കാണാൻ വേണ്ടി എല്ലാവരും വിഷുവിന് ഇതിനെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നും അങ്ങനെ ഒരു കഥ കൂടെ പറഞ്ഞു പോകുന്നു. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് വിഷുവിന് നമ്മുടെ ഈ കണിക്കൊന്ന. ഈ താരത്തിന് മറ്റു പേരുകളുമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് അതൊന്ന് പറഞ്ഞു തരാമേ. സംസ്കൃതത്തിൽ അരഗുത, ത്രിപേദം, രാജവൃക്ഷ, ശ്യാമാം, ദീർഘഫല, കർണികാരം എന്നൊക്കെയാണ് പേരുകൾ. അമരദാസ് എന്ന് ഹിന്ദിയിലും അരഗുദമു, കോന്ത്രക്കായ് എന്നൊക്കെ തെലുങ്കിലും സൊണ്ടൽ, സുൻസലി എന്നൊക്കെ ബംഗാളിലും വിളിക്കുന്നു. തമിഴിൽ കൊന്നൈ എന്ന് തന്നെയാണ്. കേരളീയർ
കണിക്കൊന്ന എന്നും വിളിക്കുന്നു. എന്തായാലും കൂട്ടുകാരെ, ഇത് കൊന്ന തന്നെയാണ്. അപ്പോൾ കൊന്ന കണി കാണുന്നത് കൊണ്ട് കണിക്കൊന്ന. ഇതുകൂടാതെ ഒരുപാട് കൊന്ന ഉള്ളതായിട്ട് നിങ്ങൾക്കറിയാലോ. നമുക്ക് കേരളത്തിലും മറ്റും കൊന്ന പൂക്കളുണ്ട്. പക്ഷേ ഈ മഞ്ഞപ്പൂക്കളെ നമ്മൾ കണി കാണുന്നത് കൊണ്ട് ഇതിനെ കണിക്കൊന്ന എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നു. പക്ഷേ നമുക്ക് പറയാതിരിക്കാൻ മേല, വിഷുകാലമാകുമ്പോഴത്തേക്ക് നമ്മുടെ സ്വർണ്ണ പൂക്കളാൽ നിറഞ്ഞു നിൽക്കും കേട്ടോ വീട് മൊത്തം. അപ്പോൾ സൈക്കോ സൊല്യൂഷൻ്റെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.